അവധി ദിവസമായി ഇന്ന് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. ഉച്ചയ്ക്ക് 1 മണിവരെ 42,957 പേരാണ് മല കയറി. ഞായറാഴ്ച ദിനമായി ഇന്ന് അനവധി ഭക്തരെ ശബരിമലയിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്നത്തെ ദിനം കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ 42,000-ലധികം ഭക്തജനങ്ങൾ മാത്രമാണ് 18-ാം പടി കയറി അയ്യനെ തൊഴുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള മലയാളി അയ്യപ്പന്മാരുടെ തിരക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് കൂടുതലായും കഴിഞ്ഞ ദിവസവും ഇന്നും ശബരിമലയിലേക്ക് എത്തുന്നത്. തിരക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ പോലീസ് സേനയും ഒപ്പം തന്നെ മറ്റ് ജീവനക്കാർക്കടക്കം ആശ്വാസത്തിൻ്റെ ഒരു ദിനം കൂടിയാണിന്ന്. കാലാവസ്ഥ അനുകൂലവും കൂടിയാണ്. അതായത് ഇന്ന് തണുപ്പ് മാറി നിന്ന് കുറച്ച് ദിവസങ്ങളായി ശബരിമലയിൽ സാധാരണ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്കും പോലീസിനും ഒപ്പം മറ്റ് സേനാ വിഭാഗങ്ങൾക്കും സുഗമമായി ഭക്തരെ ശബരിമലയിലേക്ക് എത്തിക്കാനും അവർക്ക് ദർശനമടക്കം കൃത്യമായി ഒരുക്കാനുള്ള ഒരു സാഹചര്യം കാലാവസ്ഥയുടെ ഭാഗത്തു നിന്നും നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തോടുകൂടിയും കഴിഞ്ഞ ദിവസത്തെ അതേ ഒരു തിരക്ക് മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തിരക്ക് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ശബരിമലയിലേക്ക് എത്തിയ ഭക്തജനങ്ങൾക്ക് അയ്യപ്പനെ സുഗമമായി തൊഴാനും വഴിപാടുകളും മറ്റും വളരെ സുഖകരമായി നിർവഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തിൽ നിന്നും ക്യാമറമാൻ KP ദിനേശിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18. പതിവ് തെറ്റാതെ അയ്യന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് അഗസ്ത്യാർകൂടം ഗോത്ര സംഘം. അഗസ്ത്യാർകൂടത്തിന്റെ മടിത്തട്ടിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണി ഗോത്ര പ്രതിനിധികൾ അയ്യപ്പസ്വാമിക്ക് നൽകി. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് അയ്യന് കാഴ്ചയർപ്പിച്ചത്. പരിസ്ഥിതി സൗഹൃദമായ തീർത്ഥാടനമെന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത്. വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. തലച്ചുമടായാണ് ഇവ സന്നിധാനത്തെത്തിച്ചത്. സംഘനേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്നു പേരുള്ള ഇരുകാലുകളുമില്ലാത്ത ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എല്ലാ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നത്. കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര. ന്യൂസ് 18 സന്നിധാനം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര തിരുപുറത്ത് പ്രചാരണ വാഹനം നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥി മോഹൻദാസിന്റെ പ്രചാരണ വാഹനമാണ് മറിഞ്ഞത്. അരുൺ മോഹൻ ചേരുകയാണ്. അരുണ്, അപകടം നിയന്ത്രണം വിട്ടാണെന്ന് മനസ്സിലാകുന്നു. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? രഞ്ജിത്ത്, കുറച്ചു നേരത്തെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് കുട്ടിക്കലാശം നടക്കുന്ന ദിനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രചരണ വാഹനങ്ങൾ റോഡിൽ ധാരാളമുള്ള ഒരു ദിവസം കൂടിയാണ്. ഇന്ന് ഈ പറയുന്ന നെയ്യാറ്റിൻകര തിരുപുറത്ത് ഉണ്ടായിരുന്ന CPI സ്ഥാനാർത്ഥി മോഹൻദാസിന്റെ പ്രചരണ വാഹനമാണ് ഈ പറയുന്ന തിരുപുറത്തുള്ള കുളത്തിലേക്ക് മറിഞ്ഞത്. ആ സമയം സംഭവ സമയം ഉണ്ടായിരുന്ന ഡ്രൈവർ മാത്രമേ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കുളത്തിലേക്ക് വാഹനം പതിച്ചപ്പോൾ ഡ്രൈവർ ചാടിയത് കൂടുതൽ അപകടത്തിൽ നിന്ന് ഒഴിവായി. ഇപ്പോൾ വാഹനം പൂർണ്ണമായും കുളത്തിലാണ്. അത് പുറത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാർ ചേർന്ന് നടത്തി വരുന്നുണ്ട്. രഞ്ജിത്ത്, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.